തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നുകൂടിയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു വർഷമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാകും ഫെബ്രുവരി 25 നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിച്ചേരുക. കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിരവധി പേർ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നതിനായി ദിവസങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് എത്തുന്നത് കൊണ്ട് തന്നെ താമസ സൗകര്യം വെല്ലുവിളിയാകും. സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്തവർക്ക് നിരവധി ഹോട്ടലുകൾ തിരുവനന്തപുരം നഗരങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമായി ലഭ്യമാണ്. എന്നാൽ ഭൂരിപക്ഷം പേരും തിരുവനന്തപുരത്തെ ബന്ധുക്കളുടെയോ പരിചയമുള്ളവരുടെയോ വീടുകളിൽ പൊങ്കാലയുടെ തലേ ദിവസം തങ്ങാനുള്ള സൗകര്യം ഏർപ്പാടാക്കുകയാണ് പതിവ്. വേറെ ചിലർ കാലേക്കൂട്ടി സമീപ ജില്ലയായ കൊല്ലത്തെ വിവിധ പ്രദേശങ്ങളിൽ വന്ന് തങ്ങിയ ശേഷം അതിരാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയും പൊങ്കാല അർപ്പിച്ച് മടങ്ങുകയും ചെയ്യാറുണ്ട്. ആരെയും പരിചയമില്ലാത്തവർ നിരത്തുകളിൽ ഏർപ്പെടുത്തുന്ന താൽക്കാലിക സൗകര്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സന്മനസ്സുള്ള നാട്ടുകാർ നൽകുന്ന നിസ്വാർത്ഥ സേവനങ്ങൾ കാരണമാണ് താമസ സൗകര്യങ്ങളെക്കുറിച്ചുള്ള അധിക പരാതികൾ ഉയരാത്തത്. അതേസമയം കാലേക്കൂട്ടി ബുക്ക് ചെയ്താൽ താരതമ്യേന ചുരുങ്ങിയ ചെലവിൽ തിരുവനന്തപുരത്ത് തങ്ങുന്നതിനായി സർക്കാർ തലത്തിലുള്ള സൗകര്യങ്ങളും നഗരത്തിൽ ലഭ്യമാണ്. അവ ഏതെല്ലാമെന്ന് നോക്കാം. 1. ഷീ ലോഡ്ജ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സംരംഭം. റെയിൽവേ സ്റ്റേഷന് സമീപം. കുടുംബശ്രീ മിഷന്റെ വെബ്സൈറ്റ് മുഖേന നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ദിവസ വാടക വരുന്നത് 250 രൂപയാണ്. 2. എൻ്റെ കൂട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ സംരംഭമാണിത്. തമ്പാനൂർ KSRTC കെട്ടിടത്തിന്റെ 8ാം നിലയിൽ പ്രവർത്തിക്കുന്നതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള രാത്രികാല അഭയ കേന്ദ്രമാണ് ഇവിടം. ഒരേ സമയം 50 പേർക്ക് വരെ വിശ്രമ സൗകര്യം ലഭിക്കും. ശീതീകരിച്ച മുറികളും ഇവിടെയുണ്ട്. താമസം സൗജന്യമാണ്. 3. വൺ ഡേ ഹോം. വനിതാ ശിശു വികസന വകുപ്പിന്റെ തന്നെ സംരംഭമാണ് ഇതും. തമ്പാനൂർ KSRTC കെട്ടിടത്തിൽ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ഏകദിന വസതി. ഡോർമെറ്ററി ആണെങ്കിൽ 150 രൂപയും ക്യൂബിക്കിളുകളാണെങ്കിൽ 250 രൂപയുമാണ് വില വരിക. 4. കേരള പോലീസിന്റെ കീഴിലുള്ള ലോഡ്ജ്. പാളയത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇത്. ശീതീകരിച്ച ഡോർമെറ്ററി സൗകര്യം ഇവിടെയുണ്ട്. പല മുറികളിലായി 84 ബെഡുകൾ ഉണ്ട്. ഒരു ദിവസത്തേക്ക് ഒരു ബെഡിന് 250 രൂപയാണ് നിരക്ക് വരുന്നത്.